ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ നടനാണ്, കേരളത്തിന്റെ അഭിമാനമായ ഒരു നടൻ. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും. അദ്ദേഹം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ മോഹൻലാൽ എന്നാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലും പല വേദികളിലും പറഞ്ഞതുപോലെ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകണേ എന്ന് എനിക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോടും ഇവിടുത്തെ ആളുകളോടുമൊക്കെ പറയാനുണ്ട്. സ്വന്തം ഓഫീസിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇപ്പോഴുമൊക്കെ ഓഫീസിൽ കൂടെ നിർത്തുന്ന ചേർത്തു പിടിക്കുന്ന ആളുകൾ MDMA ഉപയോഗിക്കുന്നവരാണ്, മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു സംശയം വരികയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന്, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ കാലഘട്ടത്തിൽ. ജനതയെ മുന്നോട്ട് നയിക്കുന്നതിന്, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നതിന്, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്, സമര പോരാട്ടങ്ങൾ എടുക്കുന്നതിന്, സമര പോരാട്ടങ്ങൾ പോലെ തന്നെ കേരളത്തിൽ ഒരു ദുരിതമുണ്ടായാൽ, വയനാട് പോലെയുള്ള ദുരിതമുണ്ടായാൽ, ഇവിടെ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട്, ഈ പാലക്കാട് മണ്ണാർക്കാട് ഒരു ദുരിതമുണ്ടായാൽ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജനതയെ സംരക്ഷിക്കുന്നത് പോലെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇടപെടാനും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും വലിയ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തു വന്നു കഴിഞ്ഞു, നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.